Hi students, today we are going to discuss about pixels in CG. CG means computer graphics. So computer graphics illulla pixels ne kurichana nammal innu discuss cheyan povunathu. Endana pixel? Pixel ennu paranju kayinjal adu short form endana picture element ennaanu. Pixel nu parayunnathu it is short for picture element. Using the common abbreviation pix nu ഉപയോഗിക്കും. പിക്സ് എന്ന് പറയുന്നത് പിക്ചർ ആണ്. ഓക്കെ, അപ്പം ഈ പിക്സൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്ന വളരെ ചെറിയ ഒരു ഡോട്ട്, അതിനെയാണ് നമ്മൾ സാധാരണ പിക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡോട്ട് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഡോട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡോട്ട് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫോമിലായിരിക്കും. ശരിക്കും അതൊരു ഡോട്ട് സ്ക്വയർ ഫോം എന്നല്ല, ഒരു അബ്സ്ട്രാക്റ്റ് സാമ്പിൾ ആണ് അത്. ഒരു ഡോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂസും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ പൊസിഷനും സ്ക്രീനിലുള്ള പൊസിഷനും ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സേവ് ആയിരിക്കും, സ്റ്റോർഡ് ആയിരിക്കും. ആ കമ്പ്യൂട്ടർ മെമ്മറിൻ്റെ അനുസരിച്ചിട്ടാണ് ആ സമയത്ത് ആ പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ വരുന്നതും ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലായിക്കോട്ടെ TV സ്ക്രീനിലായിക്കോട്ടെ അവിടെയൊക്കെ LCD CRT മോണിറ്റേഴ്സിലൊക്കെ നമ്മൾ പിക്ചേഴ്സ് വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സ്ക്രീന് അല്ലെങ്കിൽ നമ്മുടെ ഒരു TV സ്ക്രീൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഒരുപാട് പിക്സൽസിൻ്റെ കളക്ഷൻ ഉണ്ടാവും. ആ പിക്സൽസ് ഒരു പ്രത്യേക രീതിയിൽ കമ്പ്യൂട്ടർ മെമ്മറിൻ്റെ അകത്തുള്ള ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ പിക്സൽസ് ഗ്ലോ ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇമേജസ് സ്ക്രീനിൽ വ്യൂ ചെയ്യുന്നത്. എ പിക്സൽ short for picture element using the common abbreviation pix for picture is one of the many tiny dots that make up the representation of a picture in a computer's memory. Each such information element is not really a dot or nor a square but an abstract sample. അപ്പോൾ ഈ ഒരു സ്മോളസ്റ്റ് ഡോട്ട് നമുക്ക് these small little dots are what make up the images on computer displays. Computer displaysലും ഒക്കെ LCD CRT മോണിറ്റേഴ്സിലൊക്കെ നമുക്ക് ഇമേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ടൈനി ഡോട്ട്സ്. അത് ഫ്ലാറ്റ് സ്ക്രീൻ ആയിട്ടുള്ള LCD ആയിക്കോട്ടെ അല്ലെങ്കിൽ CRT ആയിക്കോട്ടെ, അതിലൊക്കെ മോണിറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേ യൂണിറ്റ്സ് ആണ്. ഏതൊക്കെ? LCD പിന്നെ CRT. അപ്പോൾ LCDയിലും CRTയിലും ഒക്കെ ഇമേജസ് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്മൾ ഈ ടൈനി ലിറ്റിൽ ഡോട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ സ്ക്രീൻ ഈസ് ഡിവൈഡഡ് അപ്പ് ഇൻ ടു എ മെട്രിക്സ് ഓഫ് തൗസൻഡ്സ് ഓർ ഈവൻ മില്യൺസ് ഓഫ് പിക്സൽസ്. നമ്മുടെ സ്ക്രീന് ഡിവൈഡ് ചെയ്തിരിക്കും. എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിട്ട്? മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് ആണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസും ഉണ്ടാവും കോളംസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. മെട്രിക്സ് ഓഫ് തൗസൻഡ്സ് ഓർ ചിലപ്പോൾ ഈവൺ മില്യൺസ് ഓഫ് പിക്സൽസ് വരെ ഉണ്ടാവും. അപ്പോൾ മില്യൺസ് ഓഫ് പിക്സൽസ് വരെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ആയിരിക്കും മില്യൺസ് ഓഫ് പിക്സൽസ് ഒക്കെ ഉണ്ടാവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്നിൻ്റെ അകത്ത് ഒരു ഈഗിൾ അല്ലേ, അതിൻ്റെ ഐയുടെ സൂം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ടൈനി ആയിട്ടുള്ള സ്ക്വയേഴ്സ് കാണാം. അങ്ങനെയുള്ള ഒരു ടൈനി സ്ക്വയർ ആണ്, അത് കുറച്ചുകൂടെ സൂം ചെയ്യിപ്പിച്ച് കാണാം അല്ലേ. അപ്പോൾ ഇതെന്താണ്? 1 പിക്സൽ ആണ്. അപ്പോൾ എന്താണ് പിക്സൽ എന്നുള്ളതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിക്സൽസ് അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രീനിലാണ് ഈ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ലോട്ടസിന്റെ ഫിഗർ കാണാം. ആ ലോട്ടസിന്റെ ഫിഗർ എന്താണ്? പിക്സൽ ആക്കിയിട്ട് ഒന്ന് സൂം ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സ്ക്വയർ ആയിട്ടുള്ള കുറേ പിക്സൽസ് കാണാം അല്ലേ. അടുപ്പിച്ച് കാണുന്ന സമയത്ത് കുറേ പിക്സൽസ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പിക്സൽസ് ഉണ്ടാവും, മില്യൺസ് ഓഫ് പിക്സൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് പിക്സൽ എന്നതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. With care,
pixels in an image can be reproduced at any size without the appearance of visible dots or squares. But in many contexts, they are reproduced as dots or squares and can be visibly distinct when not fine enough. The intensity of each pixel is variable. ഓരോ പിക്സലിന്റെയും ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. എല്ലായ്പ്പോഴും പിക്സലിന് ഒരേ ഇന്റൻസിറ്റി ആവണമെന്നില്ല. കാരണം വെച്ചാൽ ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഒരു ഇമേജിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പിക്സൽസിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഒരു പിക്സലിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ അനുസരിച്ചിട്ട് ആ പിക്സലിന്റെ ഇന്റൻസിറ്റി വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കളർ സിസ്റ്റംസിൽ each pixel has typically 3 or 4 dimensions of variability ഉണ്ടാകും. കളർ സിസ്റ്റത്തിലാണെങ്കിൽ ഒന്നുകിൽ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, അല്ലെങ്കിൽ സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 ഒരുപാട് കളേഴ്സ് ആണ് ഒരുമിച്ചിട്ട് ഒരു പിക്സലിലൊക്കെ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. അപ്പം നമ്മുടെ പിക്സലിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇത് ഗ്രാഫിക്കൽ ഒരു റെപ്രസെന്റേഷൻ ആണ്. ദിസ് ഇസ് എ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഓക്കെ, ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ ഒരുപാട് പിക്സൽസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആസ് എ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റോ വൈസ് ആയിട്ട് ഒരുപാട് പിക്സൽസ് ഉണ്ട്, കോളം വൈസ് ആയിട്ട് ഒരുപാട് പിക്സൽസ് ഉണ്ട്. അതിൽ ഒരു പോയിന്റ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ദിസ് എ പിക്ചർ എലമെന്റ് ഓർ പിക്സൽ. ഇതൊരു പിക്സൽ ആണ്. പിന്നെ ഓരോന്നിനും അഡ്രസബിൾ പോയിന്റ് ഉണ്ടാവും. എക്സ് ആക്സിസ്, ഇതിപ്പോ നമ്മൾ ഈ ആക്സിസ് എടുക്കുക, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക സ്ക്രീനിന്റെ. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസ്, ദിസ് ഇസ് ദ വെർട്ടിക്കൽ ആക്സിസ് ദാറ്റ് ഇസ് ദ വൈ ആക്സിസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഓരോ പൊസിഷനും എന്തുണ്ടാവും? വാല്യൂ ഉണ്ടാവും. എക്സ് വാല്യൂസ് ഉണ്ടാവും, വൈ വാല്യൂസ് ഉണ്ടാവും അല്ലെ. ഓരോ പൊസിഷനും എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ടാവും. അഡ്രസ്സബിൾ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഓരോന്നിനും അഡ്രസ് ഉണ്ടാവും. എക്സ് വാല്യൂ ഉണ്ടാവും, വൈ വാല്യൂ ഉണ്ടാവും. അത് മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു ലൈൻ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ ലൈൻ ഡ്രോ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പിക്സൽ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലൈൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പിക്സൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ലൈൻ പോകുന്ന ഏരിയ നോക്കുക. അപ്പൊ അവിടെയുള്ള പിക്സൽസ് ആണ് ഞാൻ ഡാർക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും പിക്സൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലൈൻ ഡ്രോ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ലൈനിൽ വരുന്ന പിക്സൽസിന്റെ പോയിന്റ് എക്സാക്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും അല്ലെ ഓരോന്നിനും. ഇപ്പൊ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ടാവും. കുറെ എക്സ് വൈ പോയിന്റ്സ് കൂടിയതാണ് നമ്മുടെ എന്താണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഒരു പോയിന്റ് തന്നെ നമുക്ക് അതിലൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. എക്സ് വാല്യൂ ഉണ്ടാവും, വൈ വാല്യൂ ഉണ്ടാവും. സോ അവിടെയുള്ള വാല്യൂസിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് അത് അവിടെ ഗ്ലോ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. ഇവിടെ പിക്സലിനാണ് ഗ്രേയിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലൈൻ ഡ്രോ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു പിക്സൽ യൂസ് ചെയ്യുന്നത്? പിക്സലിന്റെ അകത്തുള്ള എക്സാക്ട് പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. എക്സാക്ട് പോയിന്റ് മാത്രം ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഗ്ലോ ചെയ്തിട്ടുണ്ട് ഡാർക്കിൽ. അപ്പൊ ഒരു ലൈൻ ഡ്രോ ചെയ്തതാണ് ഈ ഒരു പിക്ചർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിക്ചർ നിങ്ങൾ വരയ്ക്കണം നോട്ട്ബുക്കിൽ. അപ്പൊ എന്താണ് പിക്സൽ എന്നും പിക്സലിനെ ഓരോ പിക്സലിനും അനുയോജ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ അതിൻ്റെതായിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഓരോ പിക്ചറും ഷോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പിക്സൽ റെസൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പിക്സൽ എന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് എ പിക്ചർ എലമെന്റ് ആണ്. ഒന്നുകിൽ ഡോട്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ അത് കാണും അല്ലേ പിക്സൽ എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ഇന്റൻസിറ്റി ഉണ്ട്. അപ്പൊ ആ ഇന്റൻസിറ്റി വാല്യൂസും അത് പിക്സലിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ആ ഒരു സ്റ്റോറേജിൽ മെമ്മറിയിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് നമ്മുടെ റെസൊല്യൂഷൻ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പിക്സൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പിക്സൽ ഒരു ഇമേജിന്റെ അകത്ത് ഒരു ഡിജിറ്റൽ ഇമേജിന്റെ അകത്ത് എത്ര പിക്സൽ ഉണ്ടോ അത് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കൗണ്ടിനെയാണ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പിക്സൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആ ഇമേജിന്റെ റെസൊല്യൂഷൻ എന്നത് നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ the term resolution is often used as a pixel
count in digital imaging. Okay. Pixel resolution. The term resolution is often used as a pixel count in digital imaging. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എത്ര പിക്സൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ ഇമേജ് അവിടെ ഷോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇമേജ് ഇതിനകത്ത് എത്ര പിക്സൽ ഉപയോഗിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ദ കൗണ്ട്, ദ നമ്പർ ഓഫ് പിക്സൽസ് യൂസ്ഡ് ഇൻ എ ഇമേജ്. അതിനെയാണ് ആ പിക്ചറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വെൻ ദ പിക്സൽ കൗണ്ട്സ് ആർ റെഫേർഡ് ടു ആസ് എ റെസൊല്യൂഷൻ. നമ്മൾ ഈ പിക്സൽ കൗണ്ടായിട്ട് റെസൊല്യൂഷനായിട്ട് ഈ ഒരു പിക്സൽ കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിക്സൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും 2 പോസിറ്റീവ് ഇൻറ്റിജർ നമ്പേഴ്സ് ആണ്. ദ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിക്സൽ കോളംസ് ആണ്, വിഡ്ത്ത്, നമ്പർ ഓഫ് പിക്സൽ കോളംസ് എത്രയുണ്ട് എന്നുള്ളതും. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിക്സൽ റോസ്, ദാറ്റ് ഇസ് ഹൈറ്റിൽ എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളത്. ഒരു സ്ക്രീനിൻ്റെ ഒക്കെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ, ഒരു ടെലിവിഷൻ സെറ്റ് സ്ക്രീനിൻ്റെ എത്ര റെസൊല്യൂഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പിക്സൽസ് ഇൻ റോ ഇൻറ്റു നമ്പർ ഓഫ് പിക്സൽസ് ഇൻ കോളം. അത് 640/4. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 640/480 എന്ന് പറയുന്നത് 640 കോളംസ് വൈസ് കൊണ്ട് 480 എന്താണ് നമ്മൾ റോ വൈസും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫിഗറിൽ ഞാൻ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു പിക്ചർ, ഇവിടെ R എന്ന് പറയുന്ന ഒരു ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയി വന്നിട്ടുണ്ട്. 100/100 പിക്സലിൽ വളരെ നന്നായിട്ട് അത് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്സലിൻ്റെ ഇത് മനസ്സിലാക്കിയല്ലോ. 1/1ൻ്റെ അകത്ത് ക്ലിയർ അല്ല, 2/2 ക്ലിയർ അല്ല, 5/5 ക്ലിയർ അല്ല, 10/10 ഇത്ര ക്ലിയർ അല്ല. 20/20 ആകുമ്പോഴാണ് കുറച്ചെങ്കിലും ആ ഒരു ഇമേജിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരുന്നത് അല്ലേ, ഒരു ഇമേജിൻ്റെ ആ ഒരു ഏകദേശ രൂപം ഇവിടെ വരുന്നത്. ദെൻ ഇൻ 15/50 that is it becomes more clear and 100/100 pixels it clear very much. അപ്പോൾ പിക്സൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ഒരു ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും സ്ക്രീനിൽ. The next is calculation of the total number of pixels. ഒരു ഇമേജിൻ്റെ അകത്ത് ഉള്ള പിക്സൽസിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ബിലോ ഇസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ ഇൻ എൻ ഇമേജ്. ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. റോസ് വൈസ് എത്ര നമ്പർ ഓഫ് റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, റോ വൈസ് എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതും, പിന്നെ എന്താണ് നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ കോളം വൈസ് എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഒരു സ്ക്രീനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പെയിന്റ് ഒക്കെ എടുത്തിട്ട് ചിലപ്പം ഇമേജസ് ഒക്കെ ഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പിക്സൽസ് നിങ്ങളോട് ചോദിച്ചിരിക്കാം അല്ലെ, ഹൊറിസോണ്ടലായിട്ട് എത്ര പിക്സൽ വേണം, വെർട്ടിക്കലായിട്ട് എത്ര പിക്സൽ വേണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇമേജസിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുന്നതും ചിലപ്പോൾ നിങ്ങൾ പെയിന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് പിക്സൽ വാല്യൂ 0. നമ്മുടെ സ്ക്രീനിലുള്ള പിക്സലിൻ്റെ വാല്യൂസ് 0 ആയിരിക്കുന്ന സമയത്ത്, എല്ലാ വാല്യൂസും 0 ആണ്. 0 ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീന് കാണും ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടാണ്. 0 എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ആസ് വി നോ ദാറ്റ് ഈച്ച് പിക്സൽ ഹാസ് എ യുണീക്ക് വാല്യൂ. 0 ഈസ് എ യുണീക്ക് വാല്യൂ. ദാറ്റ് മീൻസ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. 0 എന്ന് പറയുന്നത് എന്താണ്, ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് 0 ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡാർക്ക്. ഡാർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മെട്രിക്സ്, ഇതിൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ 3/3 മെട്രിക്സ് ആണെങ്കിൽ എല്ലാ മെട്രിക്സിലും 9 എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, 9 പിക്സൽസ് ഉണ്ടാവും. 9 പിക്സൽസിലും 0 വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ, കാരണം നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് 3 × 3 9 ആണെങ്കിൽ നമ്മുടെ ഇമേജ് എങ്ങനെയാണ് കാണിക്കുക, ഇറ്റ് മീൻസ് ദ ഇമേജ് ഫോംഡ് ഈസ് ഓഫ് 9 പിക്സൽസ് വിച്ച് ആർ ബ്ലാക്ക്. ദ ഇമേജ് വുഡ് ബി സംതിങ് ആസ് ബിലോ. ഇങ്ങനെയാണ് നമ്മുടെ ഇമേജ് കാണുക. അപ്പോൾ എന്താണ് പിക്സൽ എന്നും എന്താണ് പിക്സൽ റെസൊല്യൂഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ.